ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ കടല വേറൊരു ടൈപ്പിൽ കറി വെക്കുകയാണ്. കടലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊണ്ടുവന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു കിഴങ്ങും കൂടി വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കിഴങ്ങും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചായ കഴുകി ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കടല ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. നമ്മളെ പുതിയ സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. മറ്റേ സ്റ്റാൻഡാകുമ്പോൾ നമുക്ക് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ അച്ചൂട്ടന് എണീച്ച് വരണം, അവനെ ഉറക്കത്തിന് വിളിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ അത് അവർ എണീച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എണീച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അവിടെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ രാവിലെ എണീച്ച് വരൽ. ചിലപ്പം കുഞ്ഞൂട്ടം കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. ചിലപ്പം നല്ല മൂന്നിൽ രണ്ടുപേരും കൂടി കരയാണ്ട് വരും. അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയിട്ടാണ് വരുവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ തേങ്ങയും കൂടി ചെറുകി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തന്നെ ഈ തക്കാളി ഉള്ളിൽ ഒന്ന് വഴറ്റിയെടുക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചതഞ്ഞിട്ട് അരയ്ക്കത്തുള്ളൂ. തക്കാളി ഉള്ളിയും കൂടി നമുക്കൊന്ന് വഴറ്റി. അപ്പോഴത്തേക്കും കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനവിടെ 2 വിസിലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റിലൂടെ പറയാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ പറയുമ്പോഴാണ് നമ്മളെ വീഡിയോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് നമുക്കറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നന്നായി വഴണ്ട് വരണം. നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കടലക്കറി, അതുപോലെയല്ല കേട്ടോ. അത് വേറൊരു ടൈപ്പാണ്. അങ്ങനെ ചില ദിവസം ചില ടൈപ്പിൽ ചെയ്യും. അങ്ങനെയാണ്. ഇവിടെ എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ഈ മസാലേൻ്റെ കൂടെ തന്നെ ആ തേങ്ങേൻ്റെ കൂടെ വഴറ്റി വെച്ച് തക്കാളി മസാലകളും എല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ആ കിഴങ്ങ് മാത്രമാണ് കേട്ടോ ഇട്ട് വേവിച്ചത്. കിഴങ്ങും വെളുത്തുള്ളി നല്ല വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മസാലകൾ കൂടി ചേർത്തെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഓൾറെഡി നമ്മൾ കടലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. മസാലേൻ്റെ കുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങേൻ്റെ കൂടെ തന്നെ തേങ്ങയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതും കൂടി ഇട്ടൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ കടലക്കറി വെക്കുന്നതെന്ന് കമൻറ്റിലൂടെ പറയണം. അഥവാ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറണ്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്ക് തണിഞ്ഞ് വന്നിട്ടുണ്ട്. അതാ കടല ഒന്നുകൂടി അടുപ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കടലക്കറി ആയതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അന്നേരം മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കുക. അത്രയേ ഉള്ളൂ. കറി പെട്ടെന്ന് റെഡിയാവും കേട്ടോ.
കടല വേകേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കലക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും കടലക്കറിക്ക്. അങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുട്ടിനാവശ്യമായ മാവ് കുഴച്ചെടുക്കുക. അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ച് വെക്കാറുണ്ട്. രാത്രി ആർക്കാണ് എന്താ വെള്ളം വേണ്ടതെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എപ്പോഴും വയ്ക്കാറുണ്ട്. അങ്ങനെ വേറെ വെള്ളം തിളപ്പിച്ചില്ല. അതിൽ തന്നെ എടുത്ത് ഞാൻ പുട്ടിനും മാവ് കുഴക്കുകയാണ് കേട്ടോ. പുട്ടിന് കുഴക്കുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല കേട്ടോ. തേങ്ങ കടലയ്ക്ക് ചിരകിയപ്പോൾ ലേശം തേങ്ങ ഞാനവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ കടല കറി വെച്ചാൽ മാത്രമാണ് പുട്ടുണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ പഴം ഇട്ടിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുക. നമ്മളെ വീഡിയോ പഴം ഇട്ടിട്ട് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. വേണ്ടവരൊന്ന് കയറി കണ്ടോക്കുക കേട്ടോ. പണ്ടൊക്കെ കുഞ്ഞുട്ടിന് കുറുക്ക് കുടിക്കാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുറുക്കൊന്നും കുടിക്കത്തില്ല. നമ്മളെപ്പോലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് കടിയില്ലാണ്ട് അവനും പറ്റത്തില്ല. നമ്മുടെ മൂപ്പർക്ക് ഇഷ്ടം ചോറാണ് കേട്ടോ. രാവിലെ ചോറ് കഴിക്കുന്നതാണ് ശീലം. ഇപ്പോഴാണ് കുറച്ചൊന്ന് മാറി വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ കടിയാണ് ഇഷ്ടം. അന്നേരം മൂപ്പരിപ്പം ചോറ് കഴിക്കാണ്ട് കടി കഴിക്കാനുള്ള ഒരു ഇതിലെത്തി. അവരിപ്പോൾ ചെറുപ്പം ചോറാണ് കഴിച്ച് ശീലമായത്. അത് നമ്മൾ ലേശം മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ കടുകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. നമ്മളെ പരിപാടിയൊക്കെ എത്രയേ ഉള്ളൂ. കടലക്കറി പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡും കൂടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരെണിച്ച് പല്ലൊക്കെ തേക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടി പോയി വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാകും. ഒരു മേലെല്ലാം പോയി പല്ലെല്ലാം തേച്ചൊക്കെ വരുമ്പോഴത്തേക്കും പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ പുട്ടിനും കൂടി റെഡിയാക്കിയിട്ടുണ്ടോ. പിന്നെടാ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ പുട്ടിൻ്റെ പരിപാടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അടുത്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ പറയണം കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അങ്ങനെ ഇതാ പുട്ടും റെഡിയാകുന്നുണ്ട്. അതിങ്ങനെ ആവി കയറി വരട്ടെ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.